കഥ പറയാൻ പോവാണ് കേട്ടോ മക്കളെ. ടംബടംബണ്ടം ബടംബണ്ടം ബടംബണ്ടാ ഡംബടംബണ്ടടണ്ടടംബണ്ടം ബടംബണ്ടാ. ഒരു നാട്ടിൽ എന്ത് ചെയ്താലും തെറ്റിദ്ധരിക്കുന്ന ഒരു ഭർത്താവിൻ്റെ പിതാവുണ്ടായിരുന്നു കേട്ടോ. മരുമകളെ എന്തു പറഞ്ഞാലും അദ്ദേഹം തെറ്റിദ്ധരിച്ച് ചീത്ത പറയുമായിരുന്നു. ഒരു ദിവസം രണ്ട് വഴിയാത്രക്കാർ അവിടെ വന്ന് ഇറങ്ങിയപ്പോൾ ഈ ഭർത്താവിൻ്റെ അച്ഛൻ ഭർത്തൃപിതാവ് മരുമകളെ വല്ലാതെ ചീത്ത പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ശ്രദ്ധിച്ചു, എന്താണ് ചീത്ത അടിക്കുകയും ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അവർ ആ ഇതിലേക്ക് ഏർപ്പെട്ടിട്ട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ മരുമകളെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അവൾ എന്നെ വൈക്കു പറഞ്ഞു, അവൾ എന്നെ കിളവ നായി എന്ന് എല്ലാം വിളിച്ചു, അതുകൊണ്ടാണ്. അപ്പോൾ അവർ ഈ മരുമകളോട് പറഞ്ഞു, മരുമകളെ അങ്ങനെയൊന്നും വയസ്സിന് മൂത്തവരെ വിളിക്കരുത്, അവർ നമ്മൾക്ക് ദൈവത്തിന് തുല്യമാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ദൈവത്തിനെ ഓർത്ത് മാത്രമാണ് ഞാൻ ഇതിനൊന്നും പ്രതികരിക്കാത്തത്. കാരണം ഞാൻ എന്തെങ്കിലും പ്രതികരിക്കുന്നവളാണെങ്കിൽ ഇതിനും വലിയ വലിയ പ്രശ്നങ്ങൾക്ക് ഞാൻ പരിഹരിച്ചേനെ. അപ്പോൾ നിങ്ങൾ എന്താണ് അദ്ദേഹത്തോട് ചെയ്ത തെറ്റ്? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഇദ്ദേഹം പ്രായമായില്ലേ, ഇങ്ങനെ പണിയെടുക്കുന്നു കണ്ടപ്പോൾ ഞാൻ പറയും, എന്തിനാണ് ഇങ്ങനെ അധ്വാനിക്കുന്നത്, എന്തിനാണ് അധ്വാനിക്കുന്നത്, കിളവനായി എന്ന് പറഞ്ഞു. ഞാൻ കിളവനായി എന്ന് പറഞ്ഞത് അദ്ദേഹം കിളവൻ നായി എന്ന് മാറ്റി എന്നെ ചീത്ത പറയുകയാണ്. ഇത് കേട്ടപ്പോൾ വന്ന വരുത്തന്മാർക്ക് വളരെ രസം തോന്നി. അദ്ദേഹം പറഞ്ഞു മറ്റേ കൂടെയുള്ള ആളോട്, വളരെ രസമായിട്ടോ, സംഭവം ഏതായാലും നല്ല രസമായി, പൊളപ്പനായി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അമ്മോഷൻ വന്നിട്ട് ഈ വരുത്തനെയും അടിക്കാൻ തുടങ്ങി. അടിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നമ്മൾ എന്ത് തെറ്റാണ് ചെയ്തത്, നമ്മളൊരു തെറ്റും ചെയ്തില്ലല്ലോ, നിങ്ങൾ എന്തിനാണ് മനുഷ്യ നമ്മളെയും വേദനിപ്പിക്കുന്നത്. അപ്പം പറയുക, തെറ്റിദ്ധരിച്ചില്ലെന്നോ, നീയും പറഞ്ഞില്ലേ എൻ്റെ മരുമകൾ എന്നെ നായി കിളവ എന്ന് വിളിച്ചവർ, നീയും വിളിച്ചില്ലേ പൊളപ്പ നായി എന്ന്, അതാണ് പ്രശ്നം. അപ്പോൾ കൂടെയുള്ള ആൾ പറഞ്ഞു, നമുക്ക് ഇവിടുന്ന് വേഗം എസ്കേപ്പ് ആവാം, കാരണം ചില മനുഷ്യരിങ്ങനെയാണ്, ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അവർ തന്നെയാണ്. അടുത്ത കഥയുമായിട്ട് വരുന്നവരെ ടംബിടം ബണ്ടം ബടം ബണ്ടം ബടം ബണ്ടാ.